പക്ഷേ ഇപ്പോൾ ഭാര്യയ്ക്ക് പരാതിയില്ല, ഭർത്താവിനും പരാതിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമായിട്ടത് വന്നു. അതിനും അപ്പുറത്തേക്ക് എന്താണ് മാപ്പ് പറഞ്ഞ് സോൾവ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരായ വിവാദത്തിലെ വലിയ വഴിത്തിരിവ്. ഗണേഷ് കുമാർ ഭാര്യ ബിന്ദുവിനെയും ബിന്ദുവിന്റെ സഹോദരിയെയും ഫോണിൽ വിളിച്ച് ഇപ്പോൾ മാപ്പ് പറഞ്ഞു എന്നുള്ള വിവരമാണ് വരുന്നത്. പരാതിയില്ലെന്നും ഇന്നലെ നടത്തിയത് വൈകാരിക പ്രകടനമാണെന്നുമാണ് ബിന്ദു പറയുന്നത്. സർക്കാരിനെയോ മന്ത്രിയോ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്നലെ സഹോദരിയെയും ഇന്ന് ബിന്ദുവിനെയും നേരിട്ട് വിളിച്ച് ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ഗണേഷ് കുമാർ 3 മണി KKG സെന്ററിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. റോഷിപാലും റഹീസ് റഷീദും TV പ്രസാദും ചേരുന്നു. ആദ്യം റോഷിയിലേക്ക്. റോഷി, എല്ലാം കോംപ്രമൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അപ്പോഴും സണ്ണി ജോസഫ് പറയുന്നത് അങ്ങനെ സെറ്റിലാക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. പ്രതിപക്ഷം നിശ്ചയിച്ച പ്രതിഷേധത്തിന്റെ സാധ്യതകൾ അടയുകയാണോ, ആ വിഷയം അടയുകയാണോ നിലവിൽ? അരുൺകുമാർ, നിലവിൽ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികളൊന്നും അവസാനിപ്പിക്കാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസോ മറ്റ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളോ തീരുമാനിച്ചില്ല. അവർ പ്രതിഷേധവുമായി തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ്. മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒത്തുതീർപ്പൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം മന്ത്രിയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. അതിൽ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയും മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിലുള്ള ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മന്ത്രിയുടെ രാജിയല്ലാതെ അതിൽ കുറഞ്ഞ ഒരാവശ്യവും മുന്നോട്ട് വെക്കാതെ പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. നിലവിൽ പ്രതിഷേധത്തിന് മാറ്റമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അരുൺകുമാർ, റഹീസുണ്ട്. റഹീസ്, LDFനും ആശ്വാസമാവുകയല്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒത്തുതീർപ്പ്? അരുൺകുമാർ, അങ്ങനെ തന്നെ പറയാം. കാരണം LDFനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് പോയ വിഷയം മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിയെ പുറത്താക്കുന്നത് വരെ ആലോചിക്കുന്നിടത്ത് LDFും CPMും എത്തി. അതിനിടയിലാണ് മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി ഒരു ഒത്തുതീർപ്പ് ഫോർമുല കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മന്ത്രി CPM നേതാക്കളോട് ഇനി ഈ വിവാദം മുന്നോട്ട് പോകില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഭാര്യയായ ബിന്ദു മേനോനോടും കുടുംബത്തോടും സംസാരിച്ച കാര്യം പറഞ്ഞു. ഒപ്പം ആശങ്കപ്പെടുന്നത് പോലെ പിന്നീട് ഇപ്പോഴൊരു ഒത്തുതീർപ്പായെങ്കിൽ പോലും പിന്നീട് മോശപ്പെട്ട രീതിയിലുള്ള ചിത്രങ്ങളൊന്നും പുറത്തു വരില്ല, അക്കാര്യത്തിലും എനിക്ക് ഉറപ്പ് നൽകാനാകും എന്ന കാര്യം CPM നേതൃത്വത്തോട് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിലയിരുത്തുകയാണ് എന്ന മറുപടിയാണ് CPM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പ്രത്യേകിച്ച് മുന്നോട്ട് ഈ വിഷയം പോകില്ല, മോശപ്പെട്ട തരത്തിലുള്ള ചിത്രങ്ങളൊന്നും പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഇനി പുറത്തും വരികയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ നിലവിലെ ആ സാഹചര്യമായതിനനുസരിച്ച് CPIMും LDFും കെ ബി ഗണേഷ് കുമാറിനുള്ള നിലപാടിൽ അയയുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. TV പ്രസാദ് കൂടി നമുക്കിപ്പം ചേരുന്നു. TV പ്രസാദ്, LDFന് എന്നതുപോലെ തന്നെ സർക്കാരിനും ആശങ്ക ഒഴിയുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ ക്രൂഷ്യലാകുമായിരുന്നു. അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മന്ത്രിസഭയുടെ പ്രതിച്ഛായത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. പ്രതിച്ഛായയുടെ കാര്യത്തിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് സർക്കാരിനും ആശ്വസിക്കാം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാറിനും ആശ്വാസത്തോടു കൂടി പങ്കെടുക്കാം. ഇന്ന് 3 മണി KKG സെന്ററിൽ മുഖ്യമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇനി രാജിക്കുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ TV പ്രസാദ്. അരുൺ, അത് തന്നെയാണ്. ഇനിയിപ്പോൾ രാജിക്കുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ഗണേഷ് കുമാറിനും CPIMനും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒപ്പം എല്ലാവർക്കും ആശ്വാസവുമാണ്. പക്ഷേ ഈ ചർച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പുമാണ്. പക്ഷേ അരുൺ, ഈ ഒരു പ്രശ്നം കോംപ്രമൈസായ ഒരു സാഹചര്യം, ഈ പ്രശ്നമുണ്ടായ ഈ സമയം ഏറെ നിർണായകമാണ്. കാരണം CPIM അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയം, UDFും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയം, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നത് എന്നുള്ളത് ഗൗരവമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്നലെ രാത്രി വരെ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്
ഈ ദൃശ്യങ്ങളും ഈ ചിത്രങ്ങളും ആരുടെയൊക്കെയോ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴുള്ള ആത്മവിശ്വാസം, ഗണേശനുള്ള ആത്മവിശ്വാസം, ആ വീഡിയോയും ചിത്രങ്ങളും പുറത്തേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അരുൺ, ആ ചിത്രങ്ങളും വീഡിയോകളും പുറത്തേക്ക് വന്നാൽ ഒരിക്കലും തീർക്കാൻ പറ്റാത്ത ഡാമേജ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇന്നലെ രാത്രി തന്നെ മന്ത്രി സ്വന്തം നിലയ്ക്ക് മുൻകൈയെടുത്ത് മാപ്പ് പറയാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സമയത്താണ്. ഈ സമയത്ത് ഉയർന്നു വന്ന വിവാദം ഈ സമയത്ത് തന്നെ തീർക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അരുൺ, നമ്മൾ ഈ കാണുന്നത് പോലെ പുറത്തേക്ക് വന്ന വിഷയങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല അരുൺ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഒരുപാട് കാലങ്ങളായി തുടരുന്ന ഒരു പ്രശ്നം അതിന്റെ മൂർധന്യത്തിലേക്ക് വന്നത് എന്നുള്ളത് ഏറെ ഗൗരവം തന്നെയാണ്. ഇന്നലെ മാപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ചിലരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ, ടി വി പ്രസാദ്, നമുക്കറിയാമല്ലോ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെ തുടക്കം കുറിക്കുന്നത് അന്ന് PC ചാക്കോ നടത്തിയ ഒരു യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു വനിതയെക്കുറിച്ചുള്ള ഒരു കിംവദന്തിയായിരുന്നു. അന്ന് അത് വലിയ രീതിയിൽ ഒരു സൈക്കിളിൽ തട്ടുമ്പോഴാണ് ആ കാറിൽ PC ചാക്കോയ്ക്കൊപ്പം ഒരു ആളെ കാണുന്നത്, ഒരു വനിതയെ കാണുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരുന്ന ചലനങ്ങൾ വളരെ വലുതായിരുന്നു. ഒരു പാർട്ടി തന്നെ പിളർന്നു പോകുന്ന, ഒരു പാർട്ടി തന്നെ പുതുതായിട്ട് രൂപീകരിക്കുന്നതിന് തന്നെ കാരണമായി തീരുന്നു PC സംഭവം. അതിനുശേഷം ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലും വനിതകളുടെ സാന്നിധ്യം, ഈ സദാചാര വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ ധാർമ്മിക വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൊടുമ്പിരി കൊള്ളുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ ചാരക്കേസിലാണ്. പക്ഷെ അപ്പോഴും മന്ത്രിമാർക്ക് നേരിട്ടതുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, അത് മറ്റൊരു കേസിലാണ്. എന്നാൽ അതിനുശേഷം സോളാർ വിഷയത്തിൽ ഒരു സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു യുവ സംരംഭകയുടെ എന്റർപ്രണർഷിപ്പിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു കേസ്. അത് അതിൽ നിന്ന് വളരെ മാറുകയും അതൊരു ലൈംഗികാരോപണമായിട്ട് മാറുകയും ചെയ്തു. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനത്തിന് വരെ കാരണമായി. അതിനുശേഷം KB ഗണേഷ് കുമാറിന്റെ പേരുകൂടി കൂട്ടിച്ചേർത്ത് മറ്റൊരു വിവാദം കൂടി, അതിന്റെ കൂടെ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിവാദം ഉണ്ടാവുന്നു. എല്ലാം ഒരുമിച്ച് വരുന്നൊരു സാഹചര്യമായിരുന്നു അന്ന്.